ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമുക്ക് വേണം, എന്തൊക്കെ നമുക്ക് വേണ്ട. ഇതിൽ എന്തൊക്കെ നമുക്ക് വേണ്ട എന്നുള്ളതാണ് കൂടുതൽ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ എങ്ങനെ ഫീൽ ചെയ്യാം എന്നുള്ളത്. എത്ര മണ്ടൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ വേണ്ട എന്ന് ഐഡന്റിഫൈ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് കണക്ട് ചെയ്യുന്ന ഇപ്പം നമുക്ക് ഡയേറിയ ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഒന്നില്ലെങ്കിൽ ഛർദ്ദിക്കലോ അല്ലെങ്കിൽ ലൂസ് മോഷനോ. അതെന്തുകൊണ്ടത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടാത്ത, അതായത് നമുക്ക് പറ്റാത്തൊരു ഫുഡ് നമ്മൾ കഴിച്ചു. കറക്റ്റ്. ആ ഫുഡാണ് ഈ കടന്ന് ശരീരം എന്താ പറയുക റിയാക്ട് ചെയ്യുന്നത്. അതായത് പുറത്തേക്ക് വരാൻ ഒന്നില്ലെങ്കിൽ ഛർദ്ദിയിലൂടെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ മനുഷ്യന് എന്ത് വരും, സ്ട്രെസ് വരും, ടെൻഷൻ വരും, ബോഡി വീക്കാവും. ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന കാര്യം. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ കയറ്റി വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഫുൾ ഫോക്കസ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താ? ടെൻഷൻ, സ്ട്രെസ്സ്, ജീവിതം മറന്നു പോവുക. ചില ആൾക്കാർ ഇങ്ങനെ സ്ട്രെസ്സിനെ വെച്ചിട്ട് സൂയിസൈഡ് വരെ പോയിട്ടുണ്ട്. ഇതൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷേ എന്തൊക്കെ വേണ്ട എന്ന് ചിന്തിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.